നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ക്ഷേത്രങ്ങൾ സമാജ നിർമ്മിതിക്കായി സമ്പത്ത് ഉപയോഗിക്കണമെന്ന് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. വള്ളുവനാട് ഹിന്ദുമത പരിഷത്തിന്റെ 12ാമത് വാർഷികത്തിന്റെ സമാപന സമ്മേളനം ദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്ഷേത്രത്തോട് ചേർന്ന് നല്ല വിദ്യാലയങ്ങൾ വേണം, ആശുപത്രികളും ഗോശാലകളും ഉണ്ടാക്കണം. ഈശ്വരൻ തന്നെ ഗോപാലനാണ്, പിന്നെ ഗോക്കളെ വളർത്താൻ നാം എന്തിനു മടിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. I am not giving you any message. I am not that big person. I am like a common person. I have come here, but looking at your presence here, looking at the faces of you all here, I could read something. There is a message. Every face has a message for me. And what is that message for me? Now that you have come here, work for Bharat Mata. ബ്രഹ്മചാരി ടി കെ വിനയഗോപാൽ അധ്യക്ഷത വഹിച്ചു. സംഭൂജ്യസ്വാമി ദേവാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. വിജയകൃഷ്ണൻ അമേറ്റിക്കര, പ്രേമചന്ദ്രൻ മേഴത്തൂർ, കെ പി നാരായണൻ എന്നിവർ സംസാരിച്ചു. ധ്വജാവരോഹണത്തോടുകൂടി വള്ളുവനാട് ഹിന്ദുമത പരിഷത്തിന്റെ 12ാമത് വാർഷിക സമ്മേളനം സമാപിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി രാവിലെ ലളിതാ സഹസ്ര പാരായണം നടന്നു. തുടർന്ന് സമ്മേളനത്തിന് ഗോപാലകൃഷ്ണൻ കൈപ്പഞ്ചേരി ദീപപ്രജ്വലനം നടത്തി. അഡ്വക്കേറ്റ് രാജേഷ് വെങ്ങാലിൽ അധ്യക്ഷത വഹിച്ചു. OS സതീഷ് മുഖ്യപ്രഭാഷണം നടത്തി. വിനയൻ മാസ്റ്റർ തൃത്താല, ഡോക്ടർ വിജിത്ത് മേഴത്തൂർ, ധർമ്മരാജൻ പെരിങ്ങോട്, അഭിമന്യു എന്നിവർ സംസാരിച്ചു. വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ വേദിയിൽ ആദരിച്ചു. തുടർന്ന് വിഷ്ണു ബാലസമിതി, ചിന്മയ വിദ്യാലയം കല്ലടത്തൂർ, ശ്രീ മഹർഷി വിദ്യാലയം ഞാങ്ങാട്ടിരി എന്നിവിടങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ ഭഗവത്ഗീതാ പാരായണവും ഉണ്ടായി. തിരുവേഗപ്പുറ പാലത്തിന്റെ തകർച്ച പരിഹരിക്കുന്നതിനായുള്ള അറ്റകുറ്റപ്പണികൾക്കായി ജനുവരി 1 മുതൽ പാലം അടച്ചിടും. 1 മാസത്തേക്കാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബന്ധപ്പെട്ടവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. പാലക്കാട്, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച് തൂതപ്പുഴയ്ക്ക് കുറുകെയുള്ള തിരുവേഗപ്പുറ പാലത്തിൽ ഇക്കഴിഞ്ഞ ഒക്ടോബർ 31-നാണ് വിള്ളൽ രൂപപ്പെട്ടത്. ഇതേ തുടർന്ന് പാലത്തിലൂടെയുള്ള ഗതാഗതം ഭാഗികമായി നിരോധിച്ചിരുന്നു. പിന്നീട് ഹൈവേ റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി ചരക്ക് വാഹനങ്ങൾക്ക് മാത്രമായി നിയന്ത്രണം ഏർപ്പെടുത്തുകയായിരുന്നു. ഇതിനിടെ പാലത്തിന്റെ തകർച്ച പരിഹരിക്കുവാൻ സർക്കാർ അടിയന്തരമായി 25 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു. ഹൈവേ റിസർച്ച് ടീമിന്റെ പരിശോധന റിപ്പോർട്ട് വരുവാനുണ്ടായ കാലതാമസം പ്രവർത്തികൾ നീളാൻ ഇടയാക്കി. റിപ്പോർട്ട് ലഭ്യമായതോടെയാണ് അറ്റകുറ്റപ്പണികൾക്കായുള്ള പ്രാരംഭ പ്രവൃത്തികൾ ഇവിടെ ആരംഭിച്ചിരുന്നത്. തുടർന്നാണ് തിങ്കളാഴ്ച തിരുവേഗപ്പുറ, ഇരുമ്പിളിയം പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്തത്. അറ്റകുറ്റപ്പണികൾ ജനുവരി 1 മുതൽ ആരംഭിക്കും. പാലം പൂർണ്ണമായും അടച്ചിട്ടാണ് പ്രവൃത്തികൾ നടത്തുക. ജനുവരി 1-ന് അർദ്ധരാത്രി മുതൽ പാലത്തിലൂടെയുള്ള ഗതാഗതം 1 മാസത്തേക്ക് നിരോധിക്കുവാനും ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം തീരുമാനിച്ചു. ബദൽ സംവിധാനങ്ങൾ ഒരുക്കുവാനും യാത്രക്കാർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനും യോഗത്തിൽ തീരുമാനമായതായി തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല, ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റജുല നൌഷാദ് എന്നിവർ അറിയിച്ചു. തിരുവേഗപ്പുറ പാലം അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ടിട്ട് കൊടുമുടി ലില്ലീസ് ഓഡിറ്റോറിയത്തിൽ കൂടിയ മീറ്റിംഗിൽ തീരുമാനമായിട്ടുള്ളത് ജനുവരി 1-ാം തീയതി അർദ്ധരാത്രി മുതൽ 1 മാസത്തേക്ക് പാലം പൂർണ്ണമായി അടച്ചിടാനാണ് തീരുമാനമായിട്ടുള്ളത്. നിങ്ങളെല്ലാവരും അതിനുവേണ്ടി സഹകരിക്കണം. വളരെ നല്ല രീതിയിൽ നമുക്ക് പണി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. 1 മാസത്തിന് മുന്നേ പണി കഴിയുകയാണെങ്കിൽ അത് തുറന്ന് പ്രവർത്തനം ആരംഭിക്കാനും മീറ്റിംഗിൽ തീരുമാനമായിട്ടുണ്ട്. പാലം അടക്കലുമായി ബന്ധപ്പെട്ടിട്ട് മീറ്റിംഗിലായിരുന്നു. പാലം അടക്കല് നിർബന്ധമായിട്ടുണ്ട്. കാരണം അതിന്റെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് വാഹനങ്ങൾ ജർക്ക് ചെയ്യുന്നതിന് നമുക്ക് അടച്ച് മതിയാകുള്ളൂ. 1 മാസമാണ് അവര് സമയം തന്നിട്ടുള്ളത്. ആ 1 മാസത്തിന്റെ ഉള്ളിൽ പണി തീർക്കണമെന്നാണ് യോഗം കൂടിയ തീരുമാനം. പിന്നെ മറ്റു വാഹനങ്ങൾ നടന്നു പോകുന്നവർക്ക് ബദൽ സംവിധാനം ഏർപ്പെടുത്താമെന്നും പോലീസിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കുമെന്നും വാക്ക് നൽകിയിട്ടുണ്ട്. യോഗത്തിൽ ഇരുപ്രദേശങ്ങളിലെയും യാത്രാ ദുരിതത്തെക്കുറിച്ച് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിച്ചു. കൈപ്പുറം വിളയൂർ റോഡ് അടച്ചിട്ടുള്ള പ്രവൃത്തി തുടങ്ങിയതും തിരുവേഗപ്പുറയിലൂടെയുള്ള യാത്രയ്ക്ക് ഇരട്ടി ദുരിതം സൃഷ്ടിക്കുമെന്ന കാര്യവും യോഗം ചർച്ച ചെയ്തു. കൊപ്പം ഭാഗത്തു നിന്നും വളാഞ്ചേരി ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ വിളയൂർ മൂർക്കനാട് പാലം വഴിയും പുലാമന്തോൾ വഴിയും പോകാനാണ് നിർദ്ദേശം. തിരിച്ചും ഈ വഴി ഉപയോഗിക്കണം. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് പുറമെ തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP കേശവൻ, പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗം പാലക്കാട് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VR ജയരാജ്, മഞ്ചേരി സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനോദ് കുമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ധീരജ് കുമാർ, മറ്റു ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പങ്കെടുത്തു. അർദ്ധരാത്രി വ്യാഴാഴ്ച അർദ്ധരാത്രി കൊണ്ട് അടച്ചിടുവാനും 1 മാസത്തിനുള്ളിൽ പണി പൂർത്തീകരിക്കാനുമാണ് ഇപ്പോൾ എടുത്ത തീരുമാനം.
അതിന് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണ സഹകരണം ഉണ്ടെങ്കിലേ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. അതിനെല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. നമ്മളെ പാലം നല്ല രീതിയിൽ പൂർത്തീകരിക്കണമെങ്കിൽ പൊതുജനങ്ങളുടെ സഹകരണം കൂടി ഉണ്ടായാലേ നടക്കുകയുള്ളൂ. അതിനെല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കണം. കുട്ടികളുടെ സൗകര്യം പരിഗണിച്ച് പിന്നെ നമ്മൾ തിരുവേഗപ്പുര പാലത്തിന്റെ അടുത്തുള്ള ഇല്ലീസ് ഓഡിറ്റോറിയത്തിന് സമീപം വന്ന് സ്കൂൾ ബസ്സുകൾ വന്ന് കുട്ടികളെ ഇറക്കി തിരിച്ചു പോവേണ്ടതാണ്. അതുപോലെ കൊപ്പം പട്ടാമ്പി ഭാഗത്ത് വരുന്ന സ്കൂൾ ബസ്സുകൾ സ്കൂൾ കുട്ടികൾക്കും പിന്നെ നമ്മൾ ജംഗ്ഷനിൽ അമ്പലനടയിലെ ജംഗ്ഷനിൽ വന്ന് കുട്ടികളെ ഇറക്കി തിരിച്ചു പോവേണ്ടതാണ്. തൃത്താലയിൽ ടിപ്പർ ലോറി ഇടിച്ച സ്കൂട്ടർ യാത്രികന് ഗുരുതര പരിക്ക്. തൃത്താല കുമ്പിടി തിരിവ് ഭാഗത്തായിരുന്നു അപകടം. സ്കൂട്ടർ യാത്രികൻ പരുതൂർ സ്വദേശിയായ വിനോദിനാണ് കാലിൽ ഗുരുതരമായി പരിക്കുപറ്റിയത്. വിനോദ് സഞ്ചരിച്ച ബൈക്കിലേക്ക് പുറകിൽ വരികയായിരുന്ന ടിപ്പർ ലോറി ഇടിക്കുകയായിരുന്നു. ബസ് ഡ്രൈവറുടെ മനസാന്നിധ്യം തുണയായി. റോഡ് മുറിച്ചു കടന്നോടിയ ബിഞ്ചു ബാലന് അത്ഭുത രക്ഷ. കൂറ്റനാട് വാവന്നൂരിൽ നടന്ന അപകടത്തിന്റെ ബസ് ഡാഷ് ക്യാമറ ദൃശ്യങ്ങൾ പുറത്ത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2:45 കൂറ്റനാട് വാവന്നൂർ സ്കൂളിന് സമീപത്തായിരുന്നു അപകടം. ഗുരുവായൂരിൽ നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് പോകുകയായിരുന്ന യാത്രാ ബസിന്റെ മുന്നിലേക്ക് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളുടെ ഇടയിൽ നിന്നും പിഞ്ചു ബാലൻ റോഡ് മുറിച്ച് മറുവശത്തേക്ക് ഓടുകയായിരുന്നു. സെക്കൻഡുകൾ കൊണ്ട് സഡൻ ബ്രേക്കിട്ട് നിർത്തിയതിനാൽ കുഞ്ഞ് തലനാരിഴയ്ക്ക് അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. ഡ്രൈവറുടെ മനസാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് കുഞ്ഞിന് ജീവൻ തിരികെ ലഭിച്ചത്. സംഭവത്തിൽ കൂടെയുള്ളവരുടെ അശ്രദ്ധ മൂലമാണ് കുഞ്ഞ് റോഡിലേക്ക് ഓടിയതെന്നുള്ള അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട്. അത് ഇവിടുന്ന് പോകുമ്പോൾ 2:40 പോകുമ്പോൾ കുട്ടി അപ്രതീക്ഷിതമായി വണ്ടിയിരിക്കുകയായിരുന്നു. ഡ്രൈവറുടെ സമയത്ത് ഇടപെടൽ മൂലം രക്ഷപ്പെട്ടു. എണ്ണ ടൈം 27-ാം തീയതി ഉച്ചയ്ക്ക് 2:40. കുട്ടി എവിടെയുള്ള കുട്ടി ഭവനൂരുള്ള കുഴപ്പങ്ങളെല്ലാം കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. ജനുവരി 2 മുതൽ ചാലിശ്ശേരിയിൽ നടക്കുന്ന ദേശീയ സരസ് മേളയ്ക്ക് മുന്നോടിയായുള്ള ജനകീയ ശുചീകരണത്തിന്റെ മണ്ഡലം തല ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. സരസ് മേളയുടെ ഭാഗമായി നടക്കുന്ന ആദ്യ പ്രവർത്തനമായ ശുചീകരണം നാടിന് തന്നെ മാതൃകയായി മാറണമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. ചാലിശ്ശേരി സെന്ററിൽ നടന്ന ശുചീകരണ പരിപാടിയിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ആനി വിനു, A വിജയൻ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ P ഉണ്ണികൃഷ്ണൻ, നവകേരളം കോർഡിനേറ്റർ P സെയ്തലവി, CDS വൈസ് ചെയർപേഴ്സൺ ലളിത സുന്ദരൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കുഞ്ഞുകുട്ടൻ, പഞ്ചായത്ത് അംഗങ്ങൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, വിവിധ ക്ലബ്ബ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും CDS ചെയർപേഴ്സൺ ലതാ സൽഗുണൻ, വൈസ് ചെയർപേഴ്സൺ ലളിത സുന്ദരൻ, ഹരിതകർമ്മസേന പ്രസിഡന്റ് PC അംബിക, സെക്രട്ടറി CP ശോഭ എന്നിവരുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. കുൽക്കല്ലൂർ മുളയൻകാവിൽ MT വാസുദേവൻ നായരെ അനുസ്മരിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ ബിജുമോൻ പന്തിരുകുലം അനുസ്മരണ പ്രഭാഷണം നടത്തി. മുളയങ്കാവ് രാജീവ് ഗാന്ധി ഗ്രന്ഥശാല ആൻഡ് സാംസ്കാരിക നിലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് MT വാസുദേവൻ നായരെ അനുസ്മരിച്ചത്. സാംസ്കാരിക പ്രവർത്തകൻ ബിജുമോൻ പന്തിരുകുലം അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. യുദ്ധം നടക്കുന്ന സമയത്തോട് ധാരാളം പട്ടാളക്കാരുണ്ടായിരുന്നു. ആ പട്ടാളക്കാര് ക്യാമ്പിന് പുറത്ത് ഒരു തുളസി ചെടി നിന്നിരുന്നു. തുളസി ചെടി ആദ്യം സ്വാഭാവികമായി വേറെ എന്തെങ്കിലും ചെടിയാവും. അദ്ദേഹം കേരളത്തിൽ കൊണ്ടുവന്നപ്പോൾ ആയുർവേദം കൂടി വെച്ച് തുളസി ചെടി ആയിരിക്കും. എന്തായാലും ഒരു തുളസി ചെടി നിന്നിരുന്നു. അപ്പോൾ ഈ ഭക്ഷണമൊക്കെ കഴിച്ച് പട്ടാളക്കാരെ ബാക്കി വരുന്ന വെള്ളം ഇതൊക്കെ ഈ തുളസി ചെടിക്ക് ഒഴിച്ചു. അങ്ങനെ തുളസി ചെടി ഉഷാറായിട്ട് നിന്നു. എപ്പോൾ യുദ്ധമുള്ള സമയത്ത് ക്യാമ്പിൽ പട്ടാളക്കാരുണ്ടായിരുന്ന സമയത്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് യുദ്ധം നിന്നു. പട്ടാളക്കാരുടെ ക്യാമ്പ് ഒഴിഞ്ഞുപോയി. ആ തുളസി ചെടിക്ക് നിരൂപകനും കവിയുമായ TV ബൈജു അനുസ്മരണ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ PM ദിവാകരൻ അധ്യക്ഷനായിരുന്നു. റിട്ടയർഡ് പ്രധാനാധ്യാപകൻ PK ഹരിദാസൻ, കുൽക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KP രാജശ്രീ, സുനിത രാജൻ, നീതു സുഭാഷ്, മുൻ പഞ്ചായത്ത് അംഗം K ബാലഗംഗാധരൻ, K രാജഗോപാലൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. M2യുടെ നോവലുകളുടെ ദൃശ്യാവിഷ്കാരവും ഉണ്ടായിരുന്നു. ഓങ്ങല്ലൂരിൽ LDF ജനപ്രതിനിധികൾക്ക് സ്വീകരണവും പൊതുയോഗവും സംഘടിപ്പിച്ചു.
ഓങ്ങല്ലൂർ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾക്കും ബ്ലോക്ക് ഡിവിഷൻ വിജയികൾക്കും LDFന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ഓങ്ങല്ലൂർ സെൻട്രൽ സംഘടിപ്പിച്ച സ്വീകരണ പൊതുയോഗം മുഹമ്മദ് മുഹ്സിൻ MLA ഉദ്ഘാടനം ചെയ്തു. സ്വന്തമായി ജീവിക്കാനുള്ള അവകാശം പോലും ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. ഭൂമിയില്ലാത്ത മനുഷ്യരായിരുന്നു ഏറ്റവും കൂടുതൽ, ഇല്ലേ? നമ്മൾ അധ്വാനിക്കുന്ന, നമ്മൾ പണിയെടുക്കുന്ന ആ വയലുകളെല്ലാം നമ്മുടേതാകും എന്ന സ്വപ്നത്തിന്റെ ഭാഗമായി, ആ ഒരു വലിയ ആവശ്യത്തിന്റെ ഭാഗമായിയാണ് ഇടതുപക്ഷത്തെ അന്ന് ജനങ്ങൾ തെരഞ്ഞെടുത്തത്. ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യർക്ക് 1957 കാലം നോക്കിക്കഴിഞ്ഞാൽ അന്ന് വിദ്യാഭ്യാസം ഇല്ല. ബഹുഭൂരിപക്ഷം വരുന്നവർക്ക് സ്കൂൾ വിദ്യാഭ്യാസത്തിന് അർഹതയില്ല. മാനേജ്മെന്റുകളാണ് സ്കൂളുകളുള്ളത്. ആ സ്കൂളുകളിൽ അധ്യാപകർക്ക് പോലും സാലറി ഇല്ല. മാനേജർമാര് ഏറ്റെടുക്കുന്ന സാഹചര്യമായിരുന്നു. ഇങ്ങനൊരു കാലം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ വികസന പ്രശ്നങ്ങളായിരുന്നു നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ആദ്യമായി ജോസഫ് മുണ്ടശ്ശേരിയുടെ നേതൃത്വത്തിൽ കേരളത്തിന്റെ നിയമസഭയിൽ ആ വിദ്യാഭ്യാസ ബില്ല് പാസ്സാക്കുന്നത്. സാർവത്രികമായ വിദ്യാഭ്യാസം സൗജന്യമായി ലഭ്യമാക്കാനുള്ള, ഇന്ത്യ രാജ്യത്ത് തന്നെ ശ്രദ്ധേയമായിട്ടുള്ള, ലോകത്ത് തന്നെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ബില്ല് വരുന്നത്. അതോടൊപ്പം തന്നെ ഭൂപരിഷ്കരണ നിയമമടക്കമുള്ള നിരവധി നിയമങ്ങൾ അന്ന് വരുന്നത്. DYFI കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ജേക്ക് സി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. മൃദുഹിന്ദുത്വ സമീപനം ഉയർത്തിപ്പിടിക്കുന്നവരാണ്, RSSനെ സഹായിക്കുന്നവരാണ്, ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. ഇതായിരുന്നില്ലേ ഈ തെരഞ്ഞെടുപ്പിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ വിവിധയിടങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയും SDP മുതൽ RSSും സംഘപരിവാരവും ആ പാതി മനസ്സുള്ള കേരളത്തിലെ കോൺഗ്രസും സംഘടിതമായി പ്രചരിപ്പിച്ചത് ഈ കുയുക്തികളായിരുന്നു. ആ കുയുക്തികളോട് ഏറ്റുമുട്ടിക്കൊണ്ടാണ്, ആ ദുഷ്ടപ്രചരണങ്ങളോട് ഏറ്റുമുട്ടിക്കൊണ്ടാണ് ഓങ്ങല്ലൂരും പാലക്കാടും കേരളത്തിലും ഇടതുപക്ഷം മത്സരിച്ചത്. സ്വാഭിമാനം, സവിനയം, നല്ല അഭിമാനത്തോടെ എന്നാൽ വിനയാനുത്തമായ മനസ്സോടെ ഒരു പതിറ്റാണ്ടിനിടയിൽ കേരളവും ഓങ്ങല്ലൂരും നമ്മുടെ പട്ടാമ്പിയും ഒക്കെ ദർശിച്ച രാഷ്ട്രീയ മാറ്റങ്ങൾ, മുന്നേറ്റങ്ങൾ, വികസന അനുഭവങ്ങൾ, ഇതിനെയാണ് നമ്മൾ തെരഞ്ഞെടുപ്പിൽ ഉടനീളം സംവദിച്ചത്. മറ്റൊരു അവസർപ്പക കഥകളിലേക്ക് നമ്മൾ പോയിട്ടില്ല. ഏതെങ്കിലും നേതാക്കന്മാരുടെ വ്യക്തിപരമായ സവിശേഷതകളിലേക്ക് നമ്മൾ വിരൽ ചൂണ്ടിയിട്ടില്ല. അതൊക്കെ അവരുടെ കാര്യം, അവരുടെ ജീർണത. കേരളത്തിലെ ഓരോ ഗ്രാമപഞ്ചായത്ത് വാർഡിലും, അത് ഓങ്ങല്ലൂരാവട്ടെ, പട്ടാമ്പി നഗരസഭയാവട്ടെ, വിളയൂരാവട്ടെ, പാലക്കാടാവട്ടെ, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം എവിടെയുമാവട്ടെ, ഒരു പതിറ്റാണ്ടിനിടയിൽ കേരളം നടന്നു തീർത്ത വഴികളിൽ, നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ കേരളം എങ്ങനെയുണ്ടായിരുന്നു? CPIM ഏരിയ കമ്മിറ്റി അംഗം TV ഗിരീഷ് അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം NP വിനയകുമാർ, ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ, മുതിർന്ന നേതാവ് C അച്യുതൻ, LDF നേതാക്കളായ C പ്രശാന്ത്, M ഖാദർ, AM നാരായണൻ, MR ജയശങ്കർ, PV രാധാകൃഷ്ണൻ, PV രതീഷ്, AN നീരജ്, പഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ, വൈസ് പ്രസിഡന്റ് പ്രിയ പ്രശാന്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PK പ്രസന്ന എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേലിന് യാത്രയയപ്പ് നൽകി. ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്ക് ശേഷം നടന്ന യാത്രയയപ്പ് സമ്മേളനത്തിൽ തൃശൂർ ഭദ്രാസന കൗൺസിൽ അംഗം CU രാജൻ അധ്യക്ഷനായി. ഇടവകയുടെ ഉപഹാരം ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവർ ചേർന്ന് വികാരിക്ക് കൈമാറി. ഇടവകയ്ക്ക് കീഴിലുള്ള ഭക്തസംഘടനകൾ, കുടുംബ യൂണിറ്റ് എന്നിവർ ഉപഹാരങ്ങൾ നൽകി. മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ KA ഏലിയാസ്, തമ്പി കൊള്ളന്നൂർ, KC ആന്റണി, CV ഷാബു എന്നിവർ സംസാരിച്ചു. വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ മറുപടി പ്രസംഗം നടത്തി. കലാസംവിധാനത്തിന് സംസ്ഥാന സർക്കാർ അവാർഡ് ലഭിച്ച ഗ്രാമത്തിന്റെ യശസ് ഉയർത്തിയ അജയൻ ചാലിശ്ശേരിയെ ചൊവ്വാഴ്ച ഗ്രാമം ആദരിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചാലിശ്ശേരിയിലെ കലാകായിക സാംസ്കാരിക സംഘടനകളും ഉത്സവാഘോഷ കമ്മിറ്റികളും വ്യാപാരികളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ചേർന്നാണ് ഡിസംബർ 30 ചാലിശ്ശേരി മിനി അൻസാരി ഓഡിറ്റോറിയത്തിൽ ജന്മനാടിന്റെ ആദരം സംഘടിപ്പിക്കുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടുനിൽക്കുന്ന പരിപാടികളാണ് ആദര സദസ്സിനെ ഒരുക്കുന്നത്. മലയാള ചലച്ചിത്ര രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. കേരളത്തിനകത്തും പുറത്തും അറിയപ്പെടുന്ന 23 കലാകാരന്മാർ പങ്കെടുക്കുന്ന ചിത്രരചനാ ക്യാമ്പ് രാവിലെ തുടങ്ങും. ഇവർക്ക് അജയൻ ചാലിശ്ശേരി ക്യാൻവാസും ബ്രഷും വിതരണം ചെയ്യും. ആർട്ടിസ്റ്റ് മണികണ്ഠൻ പുന്നയ്ക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകും. പൊതുജനങ്ങൾക്ക് ക്യാമ്പ് സന്ദർശിക്കാൻ സൗകര്യമൊരുക്കും. വൈകുന്നേരം 4:30 ചാലിശ്ശേരി മെയിൻ റോഡിൽ നിന്ന് അജയനെയും മഞ്ഞമ്മൽ ബോയ് സിനിമയ്ക്ക് ആധാരമായ സംഭവത്തിലെ യാത്രാ സംഘത്തിലെ അംഗങ്ങളെയും
മലയാള സിനിമയിലെ പ്രമുഖരെയും തുറന്ന ജീപ്പിൽ ആനയിച്ച് വേദിയിലേക്ക് വരവേൽക്കും. വാദ്യമേളങ്ങളോടെ വരവേറ്റ ശേഷം അനുമോദന സദസ്സ് നടക്കുമെന്ന് ഭാരവാഹികളായ മണികണ്ഠൻ പുന്നയ്ക്കൽ, VK സുബ്രഹ്മണ്യൻ, PB സുനിൽകുമാർ, KK പ്രഭാകരൻ, EK മണികണ്ഠൻ എന്നിവർ പറഞ്ഞു. അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു ആദരവും കൂടിയാണ് ചിത്രകാരന്മാരുടെ ഭാഗത്തുനിന്ന്. അങ്ങനൊരു പ്രത്യേകത കൂടി ഈ ചിത്രകല ക്യാമ്പ്. മറ്റൊരു പ്രത്യേകത, ഈ ചിത്രകല ക്യാമ്പിന്റെ ഭാഗമായി ഉരുത്തിരിയുന്ന ചിത്രങ്ങൾ വിൽപ്പന നടത്തിയാണ് ഇതിന്റെ ഈ സംഘാടക സമിതി ഈ പരിപാടിയുമായി മുന്നോട്ട് പോകുന്ന എല്ലാ ചെലവുകളും കണ്ടെത്തുന്നത് എന്ന ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് ഇതിനെ ചിട്ടപ്പെടുത്തിയത്. ഇതില് മറ്റൊരു പ്രത്യേകത എടുത്തു പറയേണ്ടത്, ചാലിശ്ശേരി പോലുള്ള ഒരു ഗ്രാമത്തിൽ ചിത്രകലയ്ക്ക് വളരെ ഏറെ പരിചയം ഒന്നും ഇല്ലാത്ത ഒരു ഗ്രൂപ്പാണ് ഇതിന്റെ നേതൃത്വം നൽകുന്നത് എന്നതാണ്. അതോടൊപ്പം തന്നെ ഈ സൃഷ്ടികൾ എല്ലാം തന്നെ ക്യാമ്പിൽ വരയ്ക്കുന്നതിന് മുൻപ് തന്നെ എല്ലാ ചിത്രങ്ങളും ചാലിശ്ശേരിയുടെ സമീപ പ്രദേശത്തുള്ള എല്ലാവരും അത് കളക്ട് ചെയ്തു എന്ന ഒരു പ്രത്യേകതയാണ്. പട്ടാമ്പി നെടുങ്ങനാട് മുത്തശ്ശിയാർക്കാവിൽ മണ്ഡലം താലപ്പൊലി ആഘോഷിച്ചു. വേലവരവും ഉണ്ടായിരുന്നു. പട്ടാമ്പി നെടുങ്ങനാട് മുത്തശ്ശിയാർക്കാവിൽ മണ്ഡല താലപ്പൊലി വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. ആഘോഷത്തിന്റെ ഭാഗമായി രാവിലെ ക്ഷേത്രത്തിൽ വിശേഷ പൂജകൾ ഉണ്ടായിരുന്നു. പഞ്ചാരിമേളം, എഴുന്നള്ളിപ്പ്, തിറപ്പൂതൻ, കാള, ശിങ്കാരിമേളം, പറപ്പൂതൻ തുടങ്ങിയവയുടെ വരവും നടന്നു. ക്ഷേത്രം തന്ത്രി അഴകത്തുമന പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് എഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു. മണ്ഡല താലപ്പൊലിയോടുകൂടി ക്ഷേത്രത്തിൽ നട അടയ്ക്കുകയും ചെയ്തു. ഇനി മകരച്ചൊവ്വ ആഘോഷത്തിനാണ് ക്ഷേത്രനട തുറക്കുക. ജനുവരി 20-നാണ് മകരച്ചൊവ്വ ആഘോഷം. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മദ്രസകളിലെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ സമസ്ത കേരള സുന്നി ബാലവേദിയുടെ പട്ടിശ്ശേരി മുനവറുൽ ഇസ്ലാം മദ്രസ യൂണിറ്റ് 10ാം വാർഷികം ഡിസംബർ 30, 31 തീയതികളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 10ാം വാർഷിക മഹാസമ്മേളനത്തിന്റെ ഭാഗമായി പതാക ഉയർത്തൽ, വിളംബര റാലി എന്നിവ നടന്നു. ഡിസംബർ 30-ന് രാവിലെ 8:30-ന് ഉദ്ഘാടന സമ്മേളനം നടക്കും. സയ്യിദ് ഷിഹാബുദ്ദീൻ തങ്ങൾ ആലൂർ ഉദ്ഘാടനം നിർവഹിക്കും. അബ്ദുൽ ഖാദർ ഫൈസി തലക്കശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തും. രാവിലെ 9:30-ന് നടക്കുന്ന കുരുന്നുകൂട്ടത്തിൽ ഫായിസ് വാഫി വെട്ടിച്ചിറ ക്ലാസ് നയിക്കും. വൈകിട്ട് 6:30-ന് നടക്കുന്ന മതപ്രഭാഷണം ഖതീബ് സഫ്വാൻ ദാരിമി അൽ ഹൈതമി ഉദ്ഘാടനം ചെയ്യും. മാതാപിതാക്കളോടുള്ള കടമകൾ എന്ന വിഷയത്തിൽ ഉസ്താദ് ബുഹാരി ഫൈസി കണിയാപുരം മുഖ്യപ്രഭാഷണം നടത്തും. ഡിസംബർ 31-ന് 8:30-ന് തഹദീസ് ചാലിശ്ശേരി റേഞ്ച് കൺവെൻഷൻ നടക്കും. ചാലിശ്ശേരി റേഞ്ച് സെക്രട്ടറി ഹുസൈൻ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിക്കും. ഇബ്രാഹിം ഫൈസി പരുദൂർ ക്ലാസ് നയിക്കും. 2ാം വേദിയിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നടക്കും. തുടർന്ന് രാവിലെ 10-ന് പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം ചേരും. ഹാഫിള് മുസ്തഫ നുജൂമി അൽ ഫുർഖാനി ഉദ്ഘാടനം നിർവഹിക്കും. വൈകിട്ട് 6:30-ന് സമാപന സമ്മേളനം നടക്കും. KVK മൊയ്തുവിൻ്റെ അധ്യക്ഷതയിൽ സയ്യിദ് നിയാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. അഷ്കർ കമാലി ഫൈസി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഉസ്താദ് സ്വാലിഹാൻ വരി ചേകനൂർ മുഖ്യപ്രഭാഷണം നടത്തും. ആദരിക്കൽ സദസ്സ്, ഇഷ്ക് മജ്ലിസ്, മെഗാ എക്സ്പോ എന്നിവയുമുണ്ടാകുമെന്ന് ഭാരവാഹികളായ AM യൂസഫ് ഹാജി, KVK മൊയ്തു, ഷംസുദ്ദീൻ സൈഫു, ഹുസൈൻ നുജൂമി, മുഹമ്മദ് ഫാദിൽ, ഇർഫാൻ അലി എന്നിവർ പറഞ്ഞു. സംസ്ഥാന കീഴിലാണ് ഈ പരിപാടികളെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ബാലവേദി അവർ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. പട്ടിശ്ശേരി മുനവറുൽ ഇസ്ലാം മദ്രസയിൽ രൂപീകരിക്കപ്പെട്ടിട്ട് 10 വർഷമായെങ്കിലും ആ 10ാം വാർഷികമാണ് ഇപ്പോൾ വിപുലമായ നടത്താൻ കുട്ടികളുടെ ആഗ്രഹപ്രകാരം ഞങ്ങൾ തയ്യാറാക്കിയത്. സംഘാടകൻ, മാനേജ്മെന്റ് കമ്മിറ്റികളും എല്ലാം അതിനവരോട് കൂടി അതിനുവേണ്ട സാമ്പത്തിക സഹായങ്ങളൊക്കെ അവർ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ മുന്നോടിയെ ഏറ്റവും വലിയ പഴയ കാരണന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു 958 ഈ മഹാരൂപീകരണത്ത് അന്ന് എന്റെ ഉപ്പാകാതെ മൂസ ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.